വൈദ്യുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് പരിശോധന നടത്തും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സ്കൂൾ അധികൃതരുടെ മൊഴി രേഖപ്പെടുത്തും. വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബന്ദ് ആരംഭിച്ചു. തുർക്കിയിലുള്ള അമ്മ നാളെ എത്തിയ ശേഷമായിരിക്കും മിഥുന്റെ സംസ്കാരം നടക്കുക. ഇന്ന് തന്നെ പരിശോധനയുണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടക്കും, മൊഴിയെടുക്കലും നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, സ്കൂൾ അധികൃതരുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം അവിടെ മൊഴിയെടുക്കാനെത്തുന്നത്. എപ്പോഴായിരിക്കും മൊഴിയെടുക്കലും മറ്റ് നടപടികളും? ധന്യ, തേവലക്കര ഹൈസ്കൂളിൽ ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ അധ്യാപകരുടെയും ഈ സ്കൂളിലെ ബോയ്സ് സ്കൂളിലെ എല്ലാ ജീവനക്കാരുടെയും ഒരു യോഗം ചേരുകയാണ്. അവരോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ചെയർമാൻ തന്നെ നേരിട്ടെത്തിയ സംഭവസ്ഥലം ഉൾപ്പെടെ പരിശോധിച്ച് വീഴ്ചയുണ്ടെന്നുള്ളൊരു കണ്ടെത്തൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. ചെയർമാനും ഒപ്പം തന്നെ കൊല്ലം ജില്ല CWC കൊല്ലം ജില്ലയുടെ ചുമതല വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് കൂടെയുള്ളത്. അതിനുശേഷമായിരിക്കും കൃത്യമായ റിപ്പോർട്ടും എന്താണ് നടപടികൾ വേണമെന്നുള്ളത് ബാലാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ സർക്കാരിന് സമർപ്പിക്കുക. അത് ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ പ്രതിഷേധങ്ങൾക്ക് ശേഷമായിരിക്കും സ്കൂൾ അധികൃതരിൽ നിന്നും ഒപ്പം തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ്, ഹെഡ്മിസ്ട്രസ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കാൻ സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. 2-3 പ്രതിഷേധങ്ങൾ ഇവിടേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് പ്രഥമ അധ്യാപക സ്കൂളിൽ എത്തിയിട്ടില്ല. ഇന്ന് അവധിയാണ് എന്നുള്ള കാര്യമാണ്. പകരം ചാർജ് മറ്റൊരു അധ്യാപികയ്ക്ക് നൽകിക്കൊണ്ട് പ്രഥമ അധ്യാപക ഇന്ന് അവധി എന്നുള്ള വിവരമാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. പരിശോധനകൾ അത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നടക്കാനുള്ളത് ഇവിടെ KSEBിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയ ഒരു പരിശോധന നടത്തുമെന്ന് പറയുന്നുണ്ട്. കാരണം ആ KSEB ലൈൻ, അതായത് ഇപ്പോൾ ഈ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തന്നെ ആ പരിശോധനയിൽ പ്രാഥമികമായി നടത്തുന്ന പരിശോധനയിൽ കണ്ട തന്നെ കുറേ വീഴ്ചകളുണ്ട്. അതായത് ആ മരച്ചില്ലകളെല്ലാം ആ ലൈൻ കമ്പിയിൽ തട്ടി നിൽക്കുന്നു എന്നുള്ളൊരു വീഴ്ച, അതെന്തുകൊണ്ട് ഇതുവരെ പരിഹരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. പക്ഷേ അതിന് മറുപടി കൊടുക്കുന്നതിനായി KSEB ഉദ്യോഗസ്ഥരാരും തന്നെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ KSEBിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം ഒരു പരിശോധന നടക്കുക. ആ ലൈനിലേക്കുള്ള വൈദ്യുതി ബന്ധം എന്തായാലും വിച്ഛേദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധന വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു പക്ഷേ സ്കൂളിലേക്ക് നേരിട്ട് തന്നെ എത്തിച്ചേർന്നുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുമെന്ന് പറയുന്നു. കാര്യം ഈ പ്രാഥമിക പരിശോധനയിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒപ്പം തന്നെ ഈ KSEBിയുടെയും ഭാഗത്ത് വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സ്കൂളുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ച കണ്ടെത്തിയിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്നത് തന്നെ പ്രഥമാധ്യാപികയ്ക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായി ഓരോ വർഷവും അറിയിക്കേണ്ട, അതായത് സുരക്ഷയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ ഇക്കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ, അതെല്ലാം രേഖകളാണ്. അപ്പോൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച ശേഷമായിരിക്കും നടപടിയിലേക്ക് കടക്കുക എന്ന് പറയുന്നു. പ്രതിഷേധങ്ങൾ ഇന്നുണ്ട്. ഇന്ന് ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദാണ്. പല സ്കൂളുകളിലും ഈ വിദ്യാഭ്യാസ ബന്ധുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല. KSUവും ABVPയും ഒപ്പം തന്നെ ഫ്രട്ടേണിറ്റിയൊക്കെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ RYFന്റെയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും സ്കൂളിലേക്ക് എത്തും.